ഉണ്ടായിരുന്നു അതിനകത്ത്. മിസ് റെഡ്യൂസ്ഡ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യിപ്പിക്കാവോ? ഒന്ന് രണ്ടെണ്ണം അവിടെ എവിടെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ചെയ്യിക്കാവേ. അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച് ഞാൻ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ടിൽറ്റിംഗ് ലെവല് എന്ത് ടൈപ്പ് ലെവലിങ്ങിനായി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിൽറ്റിംഗ് ലെവലാണ് നമ്മൾ പ്രിസൈസ് ലെവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രിസൈസ് ലെവലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടിൽറ്റിംഗ് ലെവലാണ്. അതുപോലെ ലൈൻ ഓഫ് കോളിമേഷൻ നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ പറഞ്ഞായിരുന്നു. ലൈൻ ഓഫ് കോളിമേഷൻ ബബിൾ ആക്സിസിന് പാരലൽ ആണെന്നൊക്കെ. അപ്പം ലൈൻ ഓഫ് കോളിമേഷൻ പാരലൽ ടു ബബിൾ ആക്സിസ് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ബബിൾ ട്യൂബിന്റെ സെൻസിറ്റീവ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ട്യൂബിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ബബിൾ ട്യൂബിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ദി ബബിൾ ട്യൂബ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമീറ്റർ ഓഫ് ദി ബബിൾ ട്യൂബ് ഇൻക്രീസ് ചെയ്താൽ മതിയാവും. ആ ഒരു ക്വസ്റ്റ്യൻ ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് ഇയർ ലെവലിലൊക്കെ ചോദിക്കുന്നത് അറിയില്ല, എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. ബെഞ്ച്മാർക്കിന്റെ റെഡ്യൂസ്ഡ് ലെവൽ തന്നിട്ടുണ്ട്. 100 മീറ്റർ ആണ്. പിന്നെ ബാക്ക് സൈഡ് റീഡിംഗ് തന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് റീഡിംഗ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 2.75 മീറ്റർ ആണ്. ബാക്ക് സൈഡിന്റെ റെഡ്യൂസ്ഡ് ലെവൽ 2.75 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. ബോർഡ് കാണാമോ? 0.25. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിപ്പം ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൂഫ് സ്ലാബിന്റെ റീഡിംഗ് ആണ്. ബോർഡ് കാണത്തില്ലേ മാം? ഇത് എന്തിന്റെ പ്രോബ്ലം ആണ്? നമ്മൾ ആ റെഡ്യൂസ്ഡ് ലെവലിന്റെ ഒരു ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് ഒക്കെ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്യാൻ വേണ്ടിട്ടാണ്. ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് ഒന്നുകൂടി പറയോ? അത് മനസ്സിലായിട്ടില്ല മിസ്. ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? അത് മനസ്സിലായിട്ടില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ. ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് ആണ് മെയിൻലി നമുക്കിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. മറ്റേ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഒരു അൺഡുലേറ്റിംഗ് സർഫസ് ഒരു സർഫസ് ആണ് വെച്ചു. ആദ്യത്തെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് റീഡിംഗ് എടുക്കുന്നതിനെ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡാറ്റം ലെവലിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ ഡാറ്റം അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലെവൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ റെഫറൻസ് പോയിന്റിൽ നിന്നാണ് എപ്പോഴും നമ്മൾ എലവേഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ അറിഞ്ഞാൽ മാത്രമേ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്കൊരു ബെഞ്ച് മാർക്ക് വേണം. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലവേഷൻ അറിയാവുന്ന പോയിന്റ്, അതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്.
റെഡ്യൂസ് ലെവലിൽ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ്, ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് അറിയാവുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഡാറ്റമായിട്ട് ചെയ്യരുത്. ഡാറ്റം എന്ന് പറയുന്നത് നമുക്ക് എലിവേഷൻ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന ആ ഒരു സർഫസിനെയാണ് ഡാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഈ ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പോയിന്റ്, അത് സർവേ ഒക്കെ നടത്തി നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ എലിവേഷൻ അറിയാവുന്ന പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പോയിന്റ്സിന്റെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുക ബെഞ്ച് മാർക്ക്. പിന്നെ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എനിക്കിപ്പം ബിയുടെയും സിയുടെയും ഡിയുടെയും ആണ് റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഇവിടെ സെറ്റപ്പ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഇവിടെ വെച്ചു. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വെച്ചിട്ട് എനിക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് മൂലം ഡി കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ എലിവേഷൻസ് ഒക്കെ ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡി ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പൊ ഇതിനെ എനിക്ക് ഇന്റർചേഞ്ച് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പം ഒരു ചേഞ്ച് പോയിന്റ് വരും. ചേഞ്ച് പോയിന്റ് സി ആണെന്ന് വെച്ചു. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മള് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്ത് എപ്പോഴും ആദ്യത്തെ പോയിന്റ് എടുക്കുന്നത് നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന അല്ലെങ്കിൽ എലിവേഷൻ ബെഞ്ച് മാർക്ക് അറിയാം. ബെഞ്ച് മാർക്കിലോട്ടാണ് എപ്പോഴും നമ്മൾ ആദ്യത്തെ റീഡിങ് ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് അറിയാവുന്ന പോയിന്റ്, അതാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏടെയാണ് എനിക്കിപ്പോ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലിവേഷൻ ഡാറ്റത്തിൽ നിന്ന് അറിയാവുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ റീഡിങ് എപ്പോഴും അങ്ങോട്ടാണ് എടുക്കുന്നത്. സ്റ്റാഫ് ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്തു, സ്റ്റാഫ് വെച്ചു. സ്റ്റാഫ് വെച്ചിട്ട് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഞാൻ ഇതിന്റെ ലൈൻ ഓഫ് സൈറ്റ് നോക്കി എത്രയാണ് സ്റ്റാഫ് റീഡിങ് എന്നുള്ളത് കിട്ടി. ഇതിൽ നിന്ന് എയുടെ ഹൈറ്റ് അറിയാം, അതിന് ബെഞ്ച് മാർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് അറിയാം. ഇവിടുന്ന് ഒരു സ്റ്റാഫ് റീഡിങ് കിട്ടുമല്ലോ. നമ്മളിവിടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വെച്ചു, സ്റ്റാഫ് ബെഞ്ച് മാർക്കിൽ വെച്ചു. എന്നിട്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാഫിലേക്ക് നമ്മൾ ഒരു റീഡിങ് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു റീഡിങ് കിട്ടി, ഇവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടി. റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ റീഡിങ് സ്റ്റാഫ് റീഡിങ് നമുക്ക് കിട്ടി. അതിന് നമ്മൾ എപ്പോഴും എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്നാ പറയുന്നത്. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ എപ്പോഴും ബാക്ക് സൈറ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെ നമ്മൾ ഫോർ സൈറ്റ് എന്നുമാണ് പറയുന്നത്. ഇടയ്ക്കെടുക്കുന്ന പോയിന്റുകളെല്ലാം ഇന്റർമീഡിയറ്റ് സൈറ്റുകൾ എന്നാണ് പറയുന്നത്. നോർമലി ഇതിന്റെ ഒരു ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വരുന്നത് സീരിയൽ നമ്പർ. നമുക്ക് ടേബിളിന്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചെയ്യുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, പിന്നെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, റെഡ്യൂസ്ഡ് ലെവല്, പിന്നെ റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സിന്റെ ഒരു കോളം കൂടി അവിടെ അടി റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി. അതായത് നമുക്ക് ചേഞ്ച് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണൊക്കെ ഉള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമാർക്സ് എന്ന ഒരു കോളം കൂടി അടി. ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് കോളിമേഷന്റെ ഒരു ടാബുലാർ കോളം റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ വരുന്നത് സീരിയൽ നമ്പർ, ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്. ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ്. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന റീഡിംഗ്. പിന്നെ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ട്, ഫോർ സൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, റെഡ്യൂസ്ഡ് ലെവൽ, റിമാർക്സ്. ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തു, ആദ്യത്തെ റീഡിംഗ് എടുത്തു. ബെഞ്ച് മാർക്കിലോട്ടാണ് ആദ്യത്തെ റീഡിംഗ് എടുക്കുന്നത്. അപ്പൊ ബെഞ്ച് മാർക്കിലോട്ട് ഞാൻ ബാക്ക് സൈറ്റ് റീഡിംഗ് എടുത്തപ്പം എനിക്കൊരു റീഡിംഗ് കിട്ടുമല്ലോ. സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുവാണത് 0.555 എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് സ്റ്റാഫ് റീഡിംഗ് കിട്ടിയെന്ന് വെച്ചു. 0.55 മീറ്റർ എന്നാണ് സ്റ്റാഫ് റീഡിംഗ് കിട്ടിയേക്കുന്നത്. ഞാൻ ബാക്ക് സൈറ്റിൽ അത് എഴുതുക. സീരിയൽ നമ്പർ, ബാക്ക് സൈറ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോട്ടോ. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിന്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞു പോകാം. അതിന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, റെഡ്യൂസ്ഡ് ലെവല്, റിമാർക്സ്.
കോളം നിങ്ങളും കൂടെ വരച്ചോട്ടോ. ഒരു പ്രോബിൾ ആയിട്ട് അങ്ങ് ചെയ്തും കൂടി പോവാം നമുക്ക്. അപ്പൊ ഞാൻ ബാക്ക് സൈഡ് റീഡിങ് എടുത്തു. ബാക്ക് സൈഡ് റീഡിങ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് 0.55 എന്നാണ് സ്റ്റാഫിലെ ഇന്റർസെപ്റ്റ്. അതായത് ബെഞ്ച് മാർക്കിൽ ഞാൻ സ്റ്റാഫ് വെച്ചപ്പോ എനിക്ക് കിട്ടിയ റീഡിങ് 0.555 കിട്ടി. ഞാനത് മാർക്ക് ചെയ്തു. ഇനി അത് ബെഞ്ച് മാർക്ക് പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഒരു റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് ഓൾറെഡി ഇവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലവേഷനിൽ നിന്നുള്ള ഹൈറ്റ് നമുക്കറിയാം. സപ്പോസ് ഇത് 100 ആണ് റെഡ്യൂസ്ഡ് ലെവൽ എന്ന് കരുതിക്കും. ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ്ഡ് ലെവൽ 100 ആണ്. ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റിനെയാണ് അല്ലെങ്കിൽ എലവേഷനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് ഓൾറെഡി അറിയാമെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നിരിക്കുന്ന 100 ആണെന്ന് കരുതുക. അത് 100 ആണ് ഓൾറെഡി എനിക്ക് അറിയാം. എയിലെ റെഡ്യൂസ്ഡ് ലെവൽ 100 ആണെന്ന് ബെഞ്ച് മാർക്ക് പോയിന്റ് ആയതുകൊണ്ട് അറിയാം. അവിടെ സ്റ്റാഫ് വെച്ചപ്പോ റീഡിങ് കിട്ടിയത് 0.555 എന്ന് കിട്ടി. അത് ഞാൻ റിമാർക്സിൽ ജസ്റ്റ് ബെഞ്ച് മാർക്ക് ആണെന്ന് ഒന്ന് ഡിനോട്ട് ചെയ്യുവാണ് അറിയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പോയിന്റ്, ഇനി സ്റ്റാഫ് ഇവിടെ നിന്ന് മാറ്റി. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് റീഡിങ് കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിൽ വെച്ച് സ്റ്റാഫ് റീഡിങ് എടുക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്റ്റേഷൻ കൊണ്ടുവച്ചു. ബിയിൽ വെച്ചിട്ട് സ്റ്റാഫ് റീഡിങ് എടുക്കുന്നു. ബിയിൽ വെച്ച് ഇവിടെ ബിയിൽ വെച്ചു സ്റ്റാഫ്. ബിയിൽ സ്റ്റാഫ് വെക്കുമ്പോ നമുക്ക് സ്റ്റാഫിൽ റീഡിങ് കിട്ടുമല്ലോ. സപ്പോസ് ഇത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല, ലാസ്റ്റ് പോയിന്റ് അല്ല. ലാസ്റ്റ് പോയിന്റ് ആണെങ്കിൽ ഫോർസൈറ്റിലാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമ്മള് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇന്റർമീഡിയറ്റ് സൈറ്റിൽ വേണം അതിന്റെ വാല്യൂ എഴുതാനായിട്ട്. സപ്പോസ് എനിക്ക് ഇവിടെ കിട്ടിയത് 0.725 ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇന്റർമീഡിയറ്റ് സൈറ്റ് എനിക്ക് കിട്ടിയത് 0.725 ആണ്. സ്റ്റാഫിൽ കിട്ടുന്ന റീഡിംഗ് ആണ്, റെഡ്യൂസ്ഡ് ലെവൽ അല്ല. സ്റ്റാഫ് വെച്ചപ്പോ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാഫിലേക്ക് ഒബ്സർവ് ചെയ്തപ്പോ കിട്ടിയ സ്റ്റാഫിലെ റീഡിംഗ് ആണ് 0.725 മീറ്റർ എന്ന്. അപ്പൊ അവിടുത്തെ റീഡിംഗ് കിട്ടി. ഇനി ഞാൻ അടുത്ത പോയിന്റ് സിയിലോട്ട് കൊണ്ടുപോയി സ്റ്റാഫ് വെച്ചു. അപ്പൊ അവിടെ എനിക്കൊരു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് ഈ 100 പ്ലസ് 0.55. ഇതാണ് ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് വരുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് വരെ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് 100.555 എന്ന് കിട്ടി നമുക്ക്. അത് ഇനിയിപ്പോ ഈ ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചിട്ട് എങ്ങോട്ട് എടുത്താലും ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് സെയിം ആയിരിക്കും. അതിന്റെ ലൈൻ ഓഫ് സൈറ്റ് ഡാറ്റത്തിൽ നിന്ന് 100.55 ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ബിയില് നമുക്ക് റീഡിംഗ് കിട്ടി 0.725 എന്ന റീഡിംഗ് കിട്ടി. അപ്പൊ നമുക്കിപ്പോ അറിയാം ഡാറ്റം മുതൽ ഈ ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 100.555 ആണ്. 100.555 ആണ് ഡാറ്റം മുതൽ ഈ ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ വേണ്ടത് ഈ ബി വരെയുള്ള ഹൈറ്റ് ആണ്. ഡാറ്റത്തിൽ നിന്ന് ബി വരെയുള്ള ഹൈറ്റാ വേണ്ടത്. ഇനി ബിയില് സ്റ്റാഫ് വെച്ചിട്ട് ആ ബിയില് പോയിന്റ് മുതൽ ലൈൻ ഓഫ് സൈറ്റ് വരെയാണ് ഈ സ്റ്റാഫ് റീഡിംഗ് 0.725 എന്ന് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാറ്റത്തിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 100.555, അതായത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് സ്റ്റാഫ് റീഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നതിന്റെ എലവേഷൻ കിട്ടിയല്ലേ, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടിയല്ലേ. അപ്പം റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനായി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്രയാണോ ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് സ്റ്റാഫ് റീഡിംഗ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ വരുന്നത് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഈ ഇന്റർമീഡിയറ്റ് സൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ബി കിട്ടി. അപ്പൊ 100.555 മൈനസ് 0.725 ചെയ്യുമ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത്? അതാണ് ബിയുടെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതിക്കേ. ബിയുടെ റെഡ്യൂസ് ലെവലിന്റെ താഴെ, റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞ കോളത്തിന്റെ താഴെ ബിയുടെ നേരെ എഴുതുക. 100.555 മൈനസ് 0.725 ചെയ്യുമ്പോൾ റീഡിംഗ് കിട്ടും. എത്രയാ റീഡിംഗ് വരുന്നത്?
എത്രയാണ് കിട്ടുന്നത്? 99.8 ആണോ? കറക്റ്റ് 8 ആണോ? 100.555 അല്ലേ? 0.725. 99.83 ആണോ? ഓക്കെ, 99.83. ഇപ്പൊ നമുക്ക് ബിയുടെ എന്താണ് 99.83 എന്ന് നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ കിട്ടി. ഇനി നമുക്ക് സിയുടെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കണം. സിയുടെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ തന്നെയാ? സി എന്ന് പറയുന്ന പോയിന്റിലെ സ്റ്റാഫ് റീഡിംഗ് നമുക്ക് എത്രയാ കിട്ടിയേക്കുന്നത്? സ്റ്റാഫ് റീഡിംഗ് നമുക്ക് കിട്ടിയേക്കുന്നത് എത്രയാ? 1. ലാസ്റ്റ് നമ്മൾ എടുത്ത 4 സൈറ്റ് റീഡിംഗ് ആണ്. ഈ സ്റ്റേഷനിൽ ആദ്യത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ എടുത്ത റീഡിംഗ് എടുക്കണേ. സിയിൽ 2 റീഡിംഗ് ഉണ്ട്. അത് നമ്മള് പി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് സിയിലോട്ട് എടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് 1.235 ആ. .555 ആണെന്ന്. ആ 100.555 മൈനസ് ഈ സ്റ്റാഫ് റീഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ലെവൽ ഓഫ് സി കിട്ടിയാലേ. സിയുടെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് 100.555 മൈനസ് 1.235 ചെയ്യുമ്പം സിയുടെ റെഡ്യൂസ് ലെവൽ എത്രയാന്നുള്ളത് കിട്ടും. എത്രയാ സിയുടെ റെഡ്യൂസ് ലെവല്? 99.315. 99.320 അല്ലേ വരുന്നത്? 315 അല്ലേ? 315 ആണ് കിട്ടുന്നത്. 315 അല്ലേ? 100.555 മൈനസ് 1.235 എത്ര കിട്ടിയ? 99.315. 99.315. 315 എങ്ങനെ വരുന്നു? 100.55. 100.555 ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ഹൈറ്റിൽ നിന്ന് ഈ 4 സൈറ്റ് റീഡിംഗ് കുറയ്ക്കുക. 1.235 അല്ലേ? 99.320 അല്ലേ? ഇനി അടുത്ത എന്താ? ഇവിടെ ഒരു റീഡിങ്ങും കൂടി ഉണ്ട്, 0.730 എന്ന് പറയുന്നത്. അതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക? അതെന്തിനാന്ന് വെച്ചാ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റേഷൻ ഷിഫ്റ്റ് ചെയ്തില്ലേ? നമ്മളിപ്പോ ഇൻസ്ട്രുമെന്റേഷൻ ഷിഫ്റ്റ് ചെയ്തത് വേറൊരു പോയിന്റിലോട്ട് വെച്ചു. Q എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് വെച്ചു. ഈ Q എന്ന് പറയുന്ന പോയിന്റിലെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അത് വേറെ സ്റ്റേഷനാ. അവിടുത്തെ ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിയുമ്പോൾ അവിടെ വരുന്ന ലൈൻ ഓഫ് സൈറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡാറ്റത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ പുതിയ സ്റ്റേഷനിലെ ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് സൈഡ് റീഡിംഗ് ഉപയോഗിക്കുന്നത്. പുതിയ സ്റ്റേഷൻ നമ്മൾ വെച്ചെടുത്ത് ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബാക്ക് സൈഡ് റീഡിംഗ് വീണ്ടും ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾറെഡി നമുക്കിപ്പോ സിയുടെ റെഡ്യൂസ്ഡ് ലെവൽ അറിയാം. സിയുടെ റെഡ്യൂസ് ലെവൽ നമുക്കിപ്പോ എത്രയാണ് കിട്ടിയിട്ടുണ്ട്? എത്രയായിരുന്നത് കിട്ടിയ? 99.32 അല്ലേ? അല്ലേ? ഇപ്പൊ സിയുടെ ഈ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് നമുക്കറിയാം. ഇപ്പൊ 99.32 ആണ് സിയുടെ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി പുതിയ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്റ്റാഫ് റീഡിംഗ് എടുത്തിട്ടുണ്ട്. പുതിയ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള സ്റ്റാഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സിയിലെ ബാക്ക് സൈറ്റാ. അത് 0.730 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ഇൻസ്ട്രുമെന്റിന്റെ ഇവിടെ നിന്നുള്ള ഹൈറ്റ് ആണ്. ഇൻസ്ട്രുമെന്റിന്റെ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 99.32 പ്ലസ് 0.730 ചെയ്ത ഈ പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിവിടെ ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് നമുക്ക് എഴുതാം 99.320 പ്ലസ് ബാക്ക് സൈഡ് റീഡിംഗ് 0.732. 99.320 പ്ലസ് 0.730 ചെയ്ത
നമ്മള് ക്യൂവിന്റെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അത് എത്രയാ വരുന്നേ? 100.052. 100.052 വരുന്നുണ്ടോ? 0.730 99.32 പ്ലസ് 0.730 അല്ലേ? 100.05. 100.05 അല്ലേ? അത് ആഡ് ചെയ്താൽ മതി. 99.32 പ്ലസ് 0.73 2 5 3 10 100.05. ഇപ്പൊ പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100.05 ആണ്. ഇനി അടുത്ത എന്താ? ഡിയുടെ റെഡ്യൂസ് ലെവൽ. ഡിയുടെ റെഡ്യൂസ് ലെവൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിയുടെ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് അത് നമുക്ക് സ്റ്റാഫ് റീഡിംഗ് കിട്ടിയിട്ടുണ്ട്. 0.825 എന്ന് സ്റ്റാഫ് റീഡിംഗ് കിട്ടിയിട്ടുണ്ട്. ഡാറ്റത്തിൽ നിന്ന് ഈ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് നമുക്ക് ഇപ്പൊ അറിയാം 100.05 ആണ്. അപ്പൊ 100.05ന്റെ അകത്ത് നിന്ന് 0.825 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയുടെ റെഡ്യൂസ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ മേലെ ഇല്ലേ? ഡാറ്റത്തിൽ നിന്ന് ഈ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് ആണ് 100.05. ആ 100.05ന്റെ അകത്തുനിന്ന് ഈ സ്റ്റാഫ് റീഡിംഗ് 0.825 ആണ് ഇവിടുത്തെ സ്റ്റാഫ് റീഡിംഗ് കിട്ടിയേക്കുന്നത്. അപ്പൊ 0.825 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റത്തിൽ നിന്ന് ഡിയുടെ ഹൈറ്റ് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 99.225. 99.225. ഇത് ക്ലിയർ ആയോ? ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോ ഇത്രയും ചോദിക്കില്ല. നമുക്കിപ്പോ ഒരെണ്ണമൊക്കെ കണ്ടുപിടിക്കാനേ ചോദിക്കുള്ളൂ. ചിലപ്പം ബെഞ്ച് മാർക്കിന്റെ ഹൈറ്റ് കണ്ടിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ബാക്ക് സൈഡ് റീഡിംഗും തന്നിട്ടുണ്ടാവും. പിന്നെ ബിയുടെ സ്റ്റാഫ് റീഡിങ്ങും കൂടെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ബിയുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഒരു സ്റ്റെപ്പൊക്കെ ചോദിക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ എങ്ങനെ വരുന്ന ക്വസ്റ്റിനും ഇതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐക്വേഷൻസ് ആയിട്ട് പഠിച്ചു വെക്കുക. അതായത് ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ലെവൽ പ്ലസ് അല്ലേ? റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആണ് നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടിയത്. ഇനി അതുപോലെ തന്നെ റെഡ്യൂസ് ലെവൽ ഓഫ് എ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈറ്റ് അല്ലെങ്കിൽ ഫോർ സൈറ്റും ആകാം. അപ്പൊ സിയുടെ കേസ് എടുത്തപ്പം അവിടെ ഫോർ സൈറ്റ് റീഡിംഗ് അല്ലേ മെയിൻ ചെയ്യേണ്ടി വന്നേ? അപ്പൊ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓർ ഫോർ സൈറ്റ്. ബൈ അല്ലാട്ടോ ഓർ ആണ്. ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓർ ഫോർ സൈറ്റ്. ഇത് കാണാതെ പഠിക്കാമെന്ന് ഞാൻ പറയില്ല, കാരണം അത് മനസ്സിലാക്കി വെക്കുകയാണ് എളുപ്പം. കാരണം ഇൻവെർട്ടഡ് റീഡിംഗ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണോ? ക്ലിയർ ആയോ? വേണ്ട മിസ് ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അതിന്റെ അകത്ത് ഇൻവെർട്ടർ റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് എഴുതി വെച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഇനി ഈ ബെഞ്ച് മാർക്കിലെ ബാക്ക് സൈഡ് റീഡിംഗ് എന്ന് പറയുന്നത് 2.75 മീറ്റർ ആണ്. അതായത് സ്റ്റാഫ് വെച്ചിട്ട് ആദ്യം എടുത്ത റീഡിംഗ് 2.75 ആണ്. ഇനി ഒരു റൂഫ് സ്ലാബിന്റെ ഇൻവേർട്ടഡ്
സ്റ്റാഫ് റീഡിംഗ് ആണ്. അതായത് നേരെ വെച്ചാൽ നമുക്ക് കിട്ടുന്നില്ല സ്റ്റാഫ് റീഡിംഗ്. അപ്പൊ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് റൂഫ് ടോപ്പിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് റൂഫ് സ്ലാബിന്റെ, അതായത് സ്റ്റാഫ് തിരിച്ചു വെച്ചിട്ട് നമ്മൾ റീഡിംഗ് എടുക്കുന്നതാണ്. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് 0.25 ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്ലാബ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്ലാബ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ അത് പറയുവാണെങ്കിൽ ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻസ്ട്രുമെന്റേഷൻ ഇരിപ്പുണ്ട്. വീടാണേ, വീടാട്ടോ. ഇവിടുത്തെ ഈ റൂഫ് സ്ലാബിന്റെ റീഡിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റാഫ് റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ. അപ്പൊ നമ്മുടെ റെഫറൻസ് ഡാറ്റ ഇവിടെ വെച്ചു, ഡാറ്റ ഇവിടെ ഇരിക്കുവാണ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഡാറ്റത്തിൽ നിന്ന് 100 മീറ്റർ ഹൈറ്റിലാണ്. അതാണല്ലോ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഡാറ്റം പോയിന്റിൽ നിന്ന് ഈ ബെഞ്ച് മാർക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന എലവേഷൻ എന്ന് പറയുന്നത് 100 മീറ്റർ ആണെന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബെഞ്ച് മാർക്കിൽ സ്റ്റാഫ് വെച്ചിട്ട് റീഡിംഗ് എടുക്കുവാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഈ സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് 2.75 മീറ്റർ ആണ്. അപ്പം ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് അതിന്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാലോ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്ര വരും? ഇവിടെ ചെയ്താൽ കാണാമോ? ഇല്ലായിരിക്കും അല്ലെ. 102.75. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ്, അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി വിടുന്നത്. 100 പ്ലസ് ഈ സ്റ്റാഫ് റീഡിംഗ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് കിട്ടും. 100 അവിടുത്തെ 100 പ്ലസ് 2.75, 100 പ്ലസ് 2.75, അതായത് 102.75 മീറ്റർ ആണ് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ്. അത്രയും മീറ്ററിന് കിട്ടി. ഇനി നമുക്ക് റൂഫ് സ്ലാബിന്റെ എലവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്റ്റാഫ് ഇവിടെ മുകളിൽ വെച്ചിട്ട്, അതായത് സ്റ്റാഫ് തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് സ്റ്റാഫിലെ കിട്ടിയേക്കുന്നത്. ഇവിടെ എത്രയാണ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ് കിട്ടിയേക്കുന്നത്? സ്റ്റാഫ് റീഡിങ് 0.25 മീറ്ററിന് ഇതാണ് കിട്ടിയേക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്നല്ല കിട്ടിയേക്കുന്നത്. റൂഫ് സ്ലാബിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള ഇൻവെർട്ടർ റീഡിംഗ് ആണ് 0.25 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാറ്റത്തിൽ നിന്നുള്ള ഈ സ്ലാബിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഡാറ്റത്തിൽ നിന്നുള്ള സ്ലാബ് ഹൈറ്റ് എത്രയായിരിക്കും? എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? 102.75 പ്ലസ് 0.25. 103 കറക്റ്റ് ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നേരത്തെ നമ്മള് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് അന്നേരം ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് വരുമ്പോഴാണ് ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ലെവലൊക്കെ കുറച്ചുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ മുകളിൽ നിന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് ആണ് ഈ സ്റ്റാഫ് റീഡിംഗ് എന്ന് പറഞ്ഞ് ഇൻവെർട്ടർ റീഡിംഗ് ആണ് 0.25 എന്ന് കിട്ടിയേക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഡാറ്റത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഡാറ്റ മുതൽ ഇത്രയും ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഡാറ്റ മുതൽ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് നമുക്കറിയാം 102.75 എന്ന്. അപ്പൊ 102.75 പ്ലസ് 0.25 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാബിന്റെ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടും. അപ്പൊ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്ലാബ് ഈസ് ഈക്വൽ ടു 102 പോയിന്റ്, അതായത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്
പ്ലസ് ഇൻവേർട്ടഡ് സ്റ്റാർ ഫീഡിങ് 0.25 103 മീറ്റർ എന്ന് റെഡ്യൂസ്ഡ് ലെവൽ കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾ ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ഓക്കെയാണ് മിസ്. ഓക്കെ ആണ്. അപ്പൊ ഇനി ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ ഇതിന്റെ അകത്തൊരു ചെറിയൊരു കാര്യം ലെവല് പറഞ്ഞ കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എങ്ങനെയൊന്നും എന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കരുത്. PSCയുടെ ക്വസ്റ്റ്യനിൽ വന്ന് കണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ലൈൻ ടു പ്ലംബ് ലൈൻ. പ്ലംബ് ലൈൻ ആണെങ്കിൽ അതിന് നോർമൽ ആയിട്ട് വരുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് പ്ലംബ് ബോബ് എന്ന് പറയുന്നത് നമ്മൾ പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. കോമൺ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. ലൈൻ നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ ലൈൻ ആണ്. നമ്മൾ പ്ലംബ് ബോബ് ഇടുന്നത് കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ഓഫ് സൈറ്റ് ഒക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൈൻ നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന് പറയുന്നത് ലൈൻ നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന് പറയുന്നത് നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലെവൽ ലൈൻ ആണ്. ലൈൻ നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ ലൈൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈൻ പെർപെൻഡിക്കുലർ ടു പ്ലംബ് ലൈൻ ആണെങ്കിൽ ലൈൻ പെർപെൻഡിക്കുലർ ടു പ്ലംബ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ ലൈനുമാണ്. ലൈൻ നോർമൽ ടു പ്ലംബ് ലൈൻ എന്ന ക്വസ്റ്റ്യൻ വന്ന ലെവൽ ലൈനും ലൈൻ പെർപെൻഡിക്കുലർ ടു പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി ഇൻഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞായിരുന്നോ? ഇൻഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുമ്പോൾ എത്രയാ റേഞ്ചിങ് കോഡ്സ് വേണ്ടതെന്ന് ട്രെയിനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നോ? ഇൻഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുമ്പോൾ 4 റേഞ്ചിങ് കോഡ്സ് ആണ് മിനിമം വേണ്ടത്. ഇതൊന്നും നേരം പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നത്. ഇനിയിപ്പോ ഈ കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുമ്പം എന്തൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുമ്പോഴത്തേക്കും എറർ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്ലക്ഷൻ എലിമിനേറ്റഡ് ആവും. അതുപോലെ തന്നെ ലൈൻ ഓഫ് കോളിമേഷൻ ബബിൾ ലൈനിന് പാരലൽ അല്ലാതെ വരുന്ന എറർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ആയി പൊക്കോളും. റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുമ്പോൾ അതൊക്കെ നോട്ട്സിലുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ലെവൽ ട്യൂബിൽ നിന്ന് കണ്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ലെവൽ ട്യൂബ് ലാർജർ ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ലെവൽ ട്യൂബ് ലാർജർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലെവൽ ട്യൂബിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ലാർജർ ആണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ്നെസ് കൂടുതലായിരിക്കും. ലെവൽ ട്യൂബിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുതലാണെങ്കിൽ സെൻസിറ്റീവ്നെസ്സും കൂടുതലായിരിക്കും. അതുപോലെ റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുമ്പം റിഫ്രാക്ഷൻ കറക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആൻസറും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കർവേച്ചർ കറക്ഷൻ മൂലവും റിഫ്രാക്ഷൻ മൂലമുള്ള എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ആയി പോകും.
അതുപോലെ തന്നെ ലൈൻ ഓഫ് കോളിനേഷൻ ബബിൾ ലൈനിന് പാരലൽ അല്ലാത്ത എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ആയി പോകുന്നൊക്കെയാണ് റെസിപ്രോക്കൽ ലെവലിംഗിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യനിൽ വന്ന് കണ്ടതാണ് റെസിപ്രോക്കൽ ലെവലിംഗ് എറർ വിച്ച് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ വന്നത് റിഫ്രാക്ഷൻ ആണ്. എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ മൂലമുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകില്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വന്നത്. പിന്നെ പ്രൊഫൈൽ ലെവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന് എനോങ് ആയിട്ടുള്ള എലവേഷൻസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പ്രൊഫൈൽ ലെവലിംഗ് നമ്മൾ എടുക്കുന്നത്. പ്രൊഫൈൽ ലെവലിംഗ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിന് എലോങ് ആയിട്ടുള്ള എലവേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ ലെവലിംഗ് ചെയ്യുന്നത്. ഇനി ലെവലിന്റെ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ലെവലിംഗിന്റെ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ലെവലിംഗിന്റെ ഈ പ്രോബ്ലം ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റെസിപ്രോക്കൽ ലെവലിംഗ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ കുറച്ച് ആ ടേംസ്, ചേഞ്ച് പോയിന്റ് എന്താണ്, ബാക്ക് സൈറ്റ് എന്താണ്, ഫോർ സൈറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ബെഞ്ച് മാർക്ക് എന്താണ്, ക്വസ്റ്റ്യനൊക്കെ അതായത് 6th റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ആണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അത് ഡാറ്റമായിട്ട് കൺഫ്യൂസ് ചെയ്യില്ല. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ സർഫസ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ലൈൻ ഓഫ് കോളിനേഷൻ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടേംസ് എല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ലെവൽസിൽ ഇടയ്ക്ക് ആ ടിൽറ്റിംഗ് ലെവലിന്റെ ഒക്കെ ആക്സിസ് പെർപെൻഡിക്കുലർ അല്ലാത്ത ലെവൽ ഏതാന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്, ടിൽറ്റിംഗ് ലെവലിന്റെ ഒക്കെ കേസ് കേട്ടോ. അത്രയാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന പോർഷൻസ്, ലെവലിംഗിന്റെ പോർഷൻസിൽ നിന്ന് വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പ്രൊഫൈൽ ലെവലിംഗ് ഒന്നുകൂടെ പറയാമോ? ഏതായിരുന്നു പ്രൊഫൈൽ ലെവലിംഗ്? ലെവലിംഗ് എന്താണോ? ഇപ്പൊ അത് പറഞ്ഞില്ല, അതിന്റെ അതൊന്ന് പറയാമോ? സ്ട്രെയിറ്റ് ലൈൻ അലോങ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനുള്ളതാണോ? അത് എഴുതിയെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട്. എലവേഷൻസ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ ലെവലിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫൈല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വർക്കിംഗ് പ്രൊഫൈൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. വർക്കിംഗ് പ്രൊഫൈൽ അല്ലെങ്കിൽ എലവേഷൻസ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് നോക്കി വെക്കണേ. അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് അതിൻ്റെ അകത്ത് ഏതാണ് ലെവലിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നേ, മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ലെവലിംഗ്, the object of it is solely to determine the difference in 2 points regardless of horizontal position of the point with respect to each other. Method of direct leveling, the object of it is solely to determine the difference in 2 points regardless of horizontal position of the point with respect to each other. And the answer is fly leveling ആണ്. Method of direct leveling, the object of which is to solely to determine the difference in 2 points regardless of horizontal position of point with respect to each other. Fly leveling. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, പാർട്ട് ഓഫ് സർവേയിങ് വിച്ച് ഡീൽസ് വിത്ത് മെഷർമെന്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. എന്റെ ആൻസർ എന്താ? പാർട്ട് ഓഫ് സർവേയിങ് വിച്ച് ഡീൽസ് വിത്ത് മെഷർമെന്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ.
ആൻസർ എന്താ? പാർട്ട് ഓഫ് സർവേയിങ് വിച്ച് ഡീൽസ് വിത്ത് മെഷർമെന്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിലെ മെഷർമെന്റ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്? പോയിന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ലെവലിംഗ് ആണ്. റേഞ്ചിങ് അല്ല, ലെവലിംഗ് ആണ്. റേഞ്ചിങ് എന്തായിരുന്നു? റേഞ്ചിങ് എന്തായിരുന്നു? എന്തായിരുന്നു റേഞ്ചിങ്? റേഞ്ചിങ് എന്തായിരുന്നു? ആൻസർ ഉണ്ടോ? റേഞ്ചിങ് ലെവലിങ്ങിന്റെ അകത്തോട്ട് മിക്സ് ചെയ്യരുത്. ഇന്റർമീഡിയറ്റ് സെൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനായിരുന്നു. അത് സെയിലിംഗ് ചെയ്യുമ്പോഴാണ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ മെഷർമെന്റ് എടുക്കുന്നത് ലെവലിംഗ് ആണ്. അതുപോലെ തന്നെ മെട്രിക് ലെവലിംഗ് സ്റ്റാഫില് നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന റീഡിങ് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് 0.005 മീറ്റർ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നേ, ഈ സ്റ്റാഫ് നോട്ട് ഹെൽഡ് വെർട്ടിക്കൽ അറ്റ് ലെവലിംഗ് സ്റ്റേഷൻ ദെൻ റെഡ്യൂസ് ലെവൽ എങ്ങനെയായിരിക്കും? സ്റ്റാഫ് വെർട്ടിക്കൽ ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. ഈ സ്റ്റാഫ് നോട്ട് ഹെൽഡ് വെർട്ടിക്കൽ അറ്റ് ലെവലിംഗ് സ്റ്റേഷൻ ദെൻ റെഡ്യൂസ് ലെവൽ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ ലെസ് ദാൻ ദി ട്രൂ ലെവൽ ആയിരിക്കും. എങ്ങനെയാ ലെസ് ദാൻ ദി ട്രൂ ലെവൽ എന്ന് കിട്ടിയത്? സപ്പോസ് നമുക്കിപ്പം സ്റ്റാഫ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, നേരെ വെക്കുന്നതിന് വരെ തിരിച്ച് ഇങ്ങോട്ട് വെക്കുക. ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് റീഡിങ് എടുക്കുക. അപ്പൊ എനിക്ക് റീഡിങ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഞാൻ തിരിച്ചാ വെച്ചേക്കുന്നുണ്ടെങ്കിൽ റീഡിങ് കൂടുതലല്ലേ കിട്ടുന്നത്. സപ്പോസ് ഇത് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് 100 മീറ്റർ ആണെന്ന് വെച്ചു. 100 മീറ്റർ ആണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വെച്ചപ്പോ എനിക്ക് സ്റ്റാഫ് റീഡിങ് കൂടുതലാണ് കിട്ടുന്നത്. സ്റ്റാഫ് റീഡിങ് കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇത് 2 മീറ്റർ എന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുമ്പോൾ 100 - 2 ചെയ്തിട്ടാണ് റെഡ്യൂസ് ലെവൽ കിട്ടുന്നത്. ശരിക്കും ചിലപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഒരു 0.6 മീറ്റർ ആയിരിക്കും ചിലപ്പോൾ കാണുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ 100ന്റെ അകത്തുനിന്ന് 2 മീറ്റർ കുറച്ചിട്ട് ഇവിടെ റെഡ്യൂസ് ലെവൽ കിട്ടും. അപ്പൊ ശരിക്കുള്ള എലവേഷൻ കിട്ടുമോ? ശരിക്കുള്ള എലവേഷനേക്കാൾ കുറവല്ലേ. 100ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 98 മീറ്റർ എന്നാണ് എനിക്ക് അന്നേരം എലവേഷൻ കിട്ടിയത്. ശരിക്കും എത്രയായിരുന്നു വരേണ്ടത്? 100ൽ നിന്ന് 0.6 ആണ് കുറച്ചെങ്കിൽ എത്രയായിരുന്നു റീഡിങ് കിട്ടേണ്ടത്? എത്രയായിരുന്നു റീഡിങ് കിട്ടുന്നത്? 99.4 മീറ്റർ ആയിരുന്നു റീഡിങ് കിട്ടേണ്ടത്. അപ്പം റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് ആക്ച്വൽ റെഡ്യൂസ് ലെവലിനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത്. സ്റ്റാഫ് തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ് കുറവായിരിക്കും കിട്ടുന്നത്. റെഡ്യൂസ് ലെവല് കുറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടിൽറ്റിംഗ് ലെവലിന്റെ കേസിൽ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോളിമേഷന് പെർപെൻഡിക്കുലർ അല്ല. ടിൽറ്റിംഗ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ലൈൻ ഓഫ് ഇത് വയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ ആക്സിസ് എന്ന് പറയുന്ന വെർട്ടിക്കൽ ആക്സിസ് ലെവൽ വെക്കുമ്പോൾ ലെവലിന്റെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോളിമേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ടിൽറ്റിംഗ് ലെവലിന്റെ കേസിൽ അത്ര അങ്ങോട്ട് പ്രശ്നമില്ല. ടിൽറ്റിംഗ് അത് എപ്പോഴും ലൈൻ ഓഫ് കോളിമേഷന് വെർട്ടിക്കൽ ആക്സിസ് ലൈൻ ഓഫ് കോളിമേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ടിൽറ്റിംഗ് ലെവൽ ആണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് നീഡ് നോട്ട് ബി പെർപെൻഡിക്കുലർ ടു ലൈൻ ഓഫ് കോളിമേഷൻ ആയിരിക്കും. പിന്നെ ലെവൽ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ലൈൻ പാരലൽ ടു മെയിൻ സ്പിയറോയ്ഡൽ സർഫസ് ഓഫ് എർത്ത് ആണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആർബിട്രറി ബെഞ്ച് മാർക്ക് നമ്മൾ ചെറിയ സ്മോൾ ലെവലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാരലാക്സ് കർവ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിസ്കോപ്പ് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് GPS ബെഞ്ച് മാർക്കാണ്.
അതുപോലെ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ലോഞ്ചിറ്റ്യൂണൽ കർവ് ഓഫ് ലെവൽ 2 ബട്ട് ഇറ്റ് സെന്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ലോഞ്ചിറ്റ്യൂണൽ കർവ് ഓഫ് ബബിൾ ട്യൂബ് എടുക്കുവാണെങ്കിൽ ബബിൾ ട്യൂബിന്റെ ലോഞ്ചിറ്റ്യൂണൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നത് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ആയിരിക്കും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ ഓഫ് ലെവലിംഗ് ടു ഡിറ്റർമിൻ ദി എലിവേഷൻ ഓഫ് പോയിന്റ്സ് അറ്റ് നോൺ ഡിസ്റ്റൻസ് എപ്പാർട്ട് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പ്രൊഫൈൽ ലെവലിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിറ്റ് ലൈൻ അലോങ് ആയിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫൈൽ ഡിറ്റർമിൻ ചെയ്യാൻ പ്രൊഫൈൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നു. പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഹോൾഡിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് 4 മീറ്റർ ലെങ്ത് ഉള്ളതാണ്. 4 മീറ്റർ ലെങ്ത്. പിന്നെ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലസ് റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാൻ ബാക്ക് സൈഡിന്റെ കൂടെ റീഡിങ് സാഫ് റീഡിങ് റെഡ്യൂസ് ലെവൽ പ്ലസ് സാഫ് റീഡിങ് ബാക്ക് സൈഡ് റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് 4 സൈറ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റ് ചെയ്യുമ്പോൾ റെഡ്യൂസ്ഡ് ലെവല് കിട്ടും. ഇക്വേഷൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2-3-4 ഇക്വേഷൻസ് ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് ഏതാ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. ഫിക്സ്ഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ആണ്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ലെവലിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ലെവലിംഗ് ഇൻഡയറക്റ്റ് ലെവലിംഗ് മെത്തേഡ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റിംഗ് ടെലസ്കോപ്പ് അറ്റാച്ച്ഡ് വിത്ത് ലെവൽ ട്യൂബ് വിച്ച് ക്യാൻ ബി ടിൽറ്റഡ് വിത്തിൻ എ ഫ്യൂ ഡിഗ്രീസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ബൈ ടിൽറ്റിംഗ് സ്ക്രൂ. ടിൽറ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ കുറച്ചൊക്കെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് ടിൽറ്റിംഗ് ലെവൽ ആണ്. ടിൽറ്റിംഗ് ലെവൽ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് when it is not possible to set up level midway between 2 points. When it is not possible to set up level midway between 2 points, the method of leveling to carry forward the levels on the other side of ഏതാണ് ഇൻസ്ട്രുമെന്റേഷൻ ഇടയ്ക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും റിവറോ ഒക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ ലെവൽ ആദ്യം ഇവിടെ വെച്ചിട്ട് നോക്കും. ഇതാണ് ഇൻസ്ട്രുമെന്റേഷൻ എങ്കിൽ ആദ്യത്തെ ഇൻസ്ട്രുമെന്റേഷന്റെ അടുത്ത് വെച്ച് നോക്കും. പിന്നെ അടുത്ത പോയിന്റിലോട്ട് കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് എടുക്കും. ഈ മെത്തേഡിന് എന്തായിരുന്നു പറയുന്നത്? ഇങ്ങോട്ടും റീഡിങ് എടുക്കും, ഇങ്ങോട്ടും റീഡിങ് എടുക്കും. ഇതാണ് റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രുമെന്റേഷൻ ഇടയ്ക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റേഷന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് വെച്ചിട്ട് ലെവലിംഗ് സ്റ്റേഷന്റെ അടുത്ത് കൊണ്ടുപോയി ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യത്തെ പോയിന്റ് വെച്ചിട്ട് എയിലോട്ടും ബിയിലോട്ടും റീഡിങ് എടുക്കും. പിന്നെ അതുപോലെ തന്നെ ബിയുടെ അടുത്തൊരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവിടുന്ന് എയിലോട്ടും ബിയിലോട്ടും റീഡിങ് എടുക്കും. അതായത് റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ പറഞ്ഞു. അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ യൂസ് ഓഫ് സ്പിരിറ്റ് ലെവൽ ഫിക്സ്ഡ് ടു ടെലസ്കോപ്പ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്. ലെവലിംഗ് ഇൻസ്ട്രുമെന്റിൽ ടെലസ്കോപ്പിനോട് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്പിരിറ്റ് ലെവലിന്റെ ആവശ്യകത എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് നമ്മൾ പറഞ്ഞ റിവർ ഒക്കെ വരുവാണെങ്കിൽ. ഇനി റെസിപ്രോക്കൽ റേഞ്ചിങ് ആണെങ്കിൽ, അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസ് ചെയിനിങ്ങിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹില്ലോക്ക് അല്ലെങ്കിൽ ഹൈ ഗ്രൗണ്ട്സിലാണ് കേട്ടോ റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യുന്നത്. അത് രണ്ടും കൂടി കൺഫ്യൂസ് ആവരുത്. ഇത് റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. റെസിപ്രോക്കൽ റേഞ്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ഗ്രൗണ്ട്സ് വരുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ഹില്ലൊക്കെ വരുമ്പോഴാണ് റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യുന്നത്, ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും ഇതും കൂടെ കൺഫ്യൂസ് ആയി പോരുത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഡിഫറൻസ് ഓഫ് എലിവേഷൻ ഓഫ് സ്റ്റേഷൻസ് ഫ്രം വെർട്ടിക്കൽ ആംഗിൾസ് ആൻഡ് നോൺ ഡിസ്റ്റൻസസ്. വെർട്ടിക്കൽ ആംഗിൾസും നോൺ ഡിസ്റ്റൻസും വെച്ചിട്ട് എലിവേഷൻ കണ്ടുപിടിക്കുന്നത് ട്രിഗണോമെട്രിക് ലെവലിംഗിലാണ്.
വെർട്ടിക്കൽ ആംഗിളും നോൺ ഡിസ്റ്റൻസും വെച്ചിട്ട് എലവേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക് ലെവലിംഗിനാണ്. പിന്നെ വരുന്നതാണ് ഇമാജിനറി ലൈൻ ത്രൂ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ്. ഇമാജിനറി ലൈൻ ത്രൂ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ്. ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിനേഷൻ. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ടും ചോദിച്ചേക്കുന്നത്. പ്രിസൈസ് ലെവലിംഗിന് യൂസ് ചെയ്യുന്നത് ടിൽറ്റിംഗ് ലെവലാണ്. ഹൈ പ്രസിഷനോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച്മാർക്ക് GTS ബെഞ്ച്മാർക്കാണ്. പിന്നെ ലെവൽ ട്യൂബിന്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത്. ലെവൽ ട്യൂബ് ഫിൽഡ് വിത്ത് ആൽക്കഹോളോ ഈതറോ അല്ലെങ്കിൽ അത് രണ്ടും കൂടി അതിന്റെ ഒരു മിക്സറോ ഫില്ല് ചെയ്യാം. ലെവൽ ട്യൂബ് ഫില്ല് ചെയ്തിരിക്കുന്ന ആൽക്കഹോളോ ഈതറോ അല്ലെങ്കിൽ ആൽക്കഹോൾ ആൻഡ് ഈതർ രണ്ടും കൂടി മിക്സറോ ഫില്ല് ചെയ്യാം. ഇപ്പൊ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പ്ലെയിൻ ടേബിളും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്ലെയിൻ ടേബിളും കൂടി ഒന്ന് കവർ ചെയ്ത് പോയേക്കാം. ഇപ്പം പ്ലെയിൻ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലെയിൻ ടേബിൾ സർവേക്കകത്ത് നമുക്കറിയാം ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ അകത്ത് പ്ലെയിൻ ടേബിൾ എന്ന് പറയും. പ്ലെയിൻ ടേബിൾ നമ്മളൊരു സ്റ്റാൻഡിൽ വെക്കും. എന്നിട്ട് പ്ലെയിൻ ടേബിളിന്റെ അകത്ത് നമ്മളൊരു ഷീറ്റ് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഡ്രോയിങ്ങും റീഡിങ് എടുക്കലും എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു ഇതാണ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെയിൻ ടേബിളിന്റെ അകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത് സീസൺഡ് ഹാർഡ്വുഡ് ആണ് ഉണ്ടാക്കുന്നത്. സീസൺഡ് ഹാർഡ്വുഡ് കൊണ്ടാണ് പ്ലെയിൻ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചതാണ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 75/50 സെന്റിമീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 75/50 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. സീസൺഡ് ഹാർഡ്വുഡ് കൊണ്ടാണ് പ്ലെയിൻ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 75/50 സെന്റിമീറ്റർ ആണ്. അതിൽ